ഹെലൻ എന്ന ഫിലിം കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ എന്നെ അട്രാക്ട് ചെയ്ത ആ ഒരു ക്യാരക്ടർ ചെയ്ത അന്നാബെൻ. പുതിയ ഒരെണ്ണം ഇതിപ്പോൾ ഒരു കുറച്ച് പീരിയഡ് ബേസ്ഡ് ഒരു പരിപാടി ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. സപ്ലൈ ഒക്കെ എഴുതിയിരിക്കുന്ന സമയമാണ്. അപ്പോൾ അവൻ സപ്ലൈ എഴുതിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഞാനിങ്ങനെ സിനിമ എഴുതാൻ നോക്കുന്നു. അപ്പം ആ സമയത്താണ് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത്. ഹലോ, MVTVയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്റ്റാർ ചാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് സ്റ്റാർ ചാറ്റിൽ നമുക്കിപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് തൻ്റെ ആദ്യ സിനിമയിൽ തന്നെ നാഷണൽ അവാർഡ് വിൻ ചെയ്ത ഒരു ഡയറക്ടർ, ഒപ്പം സ്ക്രിപ്റ്റ് റൈറ്റർ. ശരിക്കും ഈ വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ SJCCയെ സംബന്ധിച്ച് ഒരു സ്വകാര്യ അഭിമാനവും ഒരു ചെറിയൊരു അഹങ്കാരവും ഒക്കെ കൂടിയാണ്. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മാത്തുക്കുട്ടി സേവ്യർ. നമസ്കാരം സാർ. എന്തൊക്കെയാണ് പുതിയ പ്രോജക്റ്റ്? ഇപ്പം എല്ലാവർക്കും അറിയാൻ ആഗ്രഹം അതായിരിക്കും. മൂന്ന് സിനിമകൾ ഇങ്ങനെ മലയാളികൾക്കും അതുപോലെ തന്നെ ഹിന്ദിയിലും ഒക്കെ സമ്മാനിച്ചിട്ട് നിൽക്കുമ്പോൾ പുതിയ പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്? പുതിയ ഒരെണ്ണം ഇതിപ്പോൾ ഒരു കുറച്ച് പീരിയഡ് ബേസ്ഡ് ഒരു പരിപാടി ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഇപ്പം എനിക്ക് ആക്ടേഴ്സും കാര്യങ്ങളും എനിക്കിപ്പോൾ പുറത്ത് പറയാൻ പാടില്ല ആക്ച്വലി, അതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റില്ല. അതാണ് കറൻ്റ്ലി ഓൺഗോയിങ് ആയിട്ടുള്ള പ്രോജക്റ്റ്. പിന്നെ ഒരെണ്ണം ഞാൻ എൻ്റെ കോ റൈറ്റർ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതുന്നുണ്ട്. ഇത് രണ്ടാണ്. ഓക്കെ, അപ്പോൾ സാർ, ഞാൻ ഹെലൻ എന്ന ഫിലിം കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ എന്നെ അട്രാക്ട് ചെയ്ത ആ ഒരു ക്യാരക്ടർ ചെയ്ത അന്നാബെൻ. ശരിക്കും സാർ ഈ സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങിയപ്പോൾ തന്നെ ഈ റോള് ഇന്ന ആൾ ചെയ്യണം എന്ന് മനസ്സിലുണ്ടായിരുന്നു. ആ ഒരു സിനിമയുടെ കാസ്റ്റിംഗ് എങ്ങനെയായിരുന്നു? അന്ന നമ്മുടെ അതിന് മുന്നേ നമ്മുടെ മനസ്സിലില്ലായിരുന്നു ആക്ച്വലി. നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ എഴുതിയത്. നമ്മൾ ഒരാളെ ചിന്തിച്ച് എഴുതുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ആൾ കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. നമ്മളതുപോലെ എല്ലാം അതനുസരിച്ചുള്ള മീറ്ററിൽ നമ്മൾ എഴുതിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അത് ഭയങ്കര ഫ്രീ ആയിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാൽ സാറിനെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ലാൽ സാറിൻ്റെ ഫ്രണ്ടാണ് ബെന്നിച്ചേട്ടൻ്റെ മോളാണ് അന്ന. അങ്ങനെ ലാൽ സാറ് പറയുന്നത് ഇങ്ങനെ കുമ്പളങ്ങി എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങിയിട്ടുണ്ടല്ലോ, നീ ഒന്ന് പോയി കണ്ടു നോക്ക്, അതിനകത്ത് ഇങ്ങനെ ഒരാളുണ്ട്, നീ പറയുന്ന ഒരു പരിപാടി ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കും. അങ്ങനെയാണ് അന്നയുടെ കാസ്റ്റിങ്. ബാക്കിയുള്ള കാസ്റ്റിംഗ് ഈ പറഞ്ഞാൽ ഇങ്ങനെ സംഭവിച്ചാണ്, മെല്ലെ ആയിട്ട് സംഭവിച്ചാണ്. ശരിക്കും ആദ്യത്തെ സിനിമയിൽ തന്നെ ഒരു നാഷണൽ അവാർഡ് എക്സ്പെക്ട് ചെയ്തിരുന്നോ? ഇല്ലില്ല, ഒരിക്കലും ഇല്ല. അതെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ ഭാഗ്യമായിട്ട് വന്നതാണ് കാര്യം. അത് ഇത്രയും ഫിലിംസിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെടുക എന്നുള്ളതൊക്കെ ആക്ച്വലി നമുക്ക് ഒരിക്കലും പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമോ അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് ചിലപ്പോൾ സംഭവിക്കാം. നമ്മൾ സിനിമ നമുക്ക് ഫുള്ള് സിൻസിയറായിട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഞങ്ങളും ചെയ്തിട്ടുള്ളൂ. വേറെ ഒരു എക്സ്പെക്റ്റേഷനോ ഒന്നും ഇല്ലായിരുന്നു. ഒരു സിനിമ ചെയ്യുമ്പോഴും അങ്ങനെയില്ല, ഇത് വൃത്തിക്ക് ചെയ്യാം എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കുന്നു, നാഷണൽ അവാർഡ് കിട്ടുന്നു, ആ ഒരു സമയത്ത് ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര സർറിയലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു രീതിക്ക് പിന്നെ കിട്ടുന്ന സിനിമകളും കുറച്ചുകൂടെ ഇതുപോലെ കൈൻഡ് ഓഫ് ഫിലിംസിന് അന്ന് കിട്ടി തുടങ്ങുന്നേ ഉള്ളൂ ആക്ച്വലി. ഹെലൻ പോലത്തെ സിനിമകൾക്ക് ആ സമയത്താണ്. അതിന് മുന്നേ വേറൊരു തരത്തിലുള്ള സിനിമകൾക്കായിരുന്നു അവാർഡുകളും കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം അത് പെട്ടെന്ന്, അതുകൊണ്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. ഇത് വരുന്ന സമയത്ത് ആക്ച്വലി ഭയങ്കര സർറിയൽ ഫീലായിരുന്നു ഇങ്ങനെ കിട്ടിയതും കാര്യങ്ങളൊക്കെ. ബ്ലെസ്ഡ് ആണ് ആക്ച്വലി. ഇപ്പോൾ ഹെലൻ എന്ന് പറയുന്ന ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് വിനീത് ശ്രീനിവാസൻ സാറാണ്. അപ്പം സാറുമായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ്, നമ്മൾ ഫിലിപ്സിൻ്റെ ആണെങ്കിലും സാർ ആ ഫിലിമിൻ്റെ ഒരു പാർട്ടല്ല എങ്കിൽ പോലും പ്രൊമോഷൻ്റെ സമയത്തൊക്കെ സാറാണ് അതിൽ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തതായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത്. സാറുമായിട്ടുള്ളൊരു സൗഹൃദം. വിനീതേട്ടനെ എനിക്ക് നോബിളേട്ടൻ, അത് ഹെലനിലെ ലീഡ് ചെയ്ത ഞങ്ങളുടെ കൂടെ കോ റൈറ്റർ ആയിട്ടുള്ള നോബിളേട്ടൻ വഴിയാണ് എനിക്ക് വിനീതേട്ടനെ അറിയാവുന്നത്. അപ്പോൾ തുടക്കത്തിൽ ഞങ്ങൾ എഴുതുന്ന സമയത്ത് ഞങ്ങൾ 3 പേർക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ എഴുതിയിട്ട് ഓക്കെ, ഈ സ്ക്രീൻ പ്ലേ എങ്ങനെയുണ്ട്, ഇത് ഷൂട്ടിന് പോകാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളെപ്പോഴും കഥകൾ പോയി പറയുമായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു 3ഓളം സ്ക്രിപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 3 ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം 4ാമത് പറയാൻ പോകുന്ന സമയത്ത് നമുക്ക് ഓക്കെ ആ 3 നമ്മൾ പക്ഷെ മുന്നോട്ട് പോയി, കറക്ഷൻസ് ഒക്കെ എടുത്ത് മുന്നോട്ട് പോയി. പക്ഷേ ആ ഒരു ഫസ്റ്റ് നറേഷൻ സമയത്ത് ഓക്കെ കുഴപ്പമില്ല എന്നുള്ളൊരവസ്ഥയിലായിരുന്നു. 4ാമത് പറയുന്ന സമയത്ത് അത് കാരണം എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാര്യം നമ്മളങ്ങനെ ഓക്കെ പ്രതീക്ഷിച്ചുകൊണ്ടല്ല പറയുന്നത്. അപ്പോഴാണ് പുള്ളി പറയുന്നത് ഇത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നത്. അങ്ങനെയാണത് സിനിമയിലേക്ക് വരുന്നത്. അപ്പം ഈ ഡയറക്ഷൻ അപ്പോഴും മനസ്സിലുണ്ടായിരുന്നു? അതോ സ്ക്രിപ്റ്റുമായിട്ട് ചെല്ലുമ്പോൾ ഇത് വേറൊരാൾ ഡയറക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇത് ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും പ്ലാനുകൾ ഉണ്ടായിരുന്നോ? ശരിക്കും ആദ്യത്തെ സ്ക്രിപ്റ്റ് കൊണ്ട് ഞാൻ കുറേ നടക്കുന്ന സമയത്ത് പലരും പറയുമായിരുന്നു ഓക്കെ ഡയറക്ഷൻ ഈ പറഞ്ഞ പോലെ ആർക്കെങ്കിലും കൊടുക്കുവാണെങ്കിൽ പ്രൊജക്റ്റ് വേഗം നടക്കാൻ എളുപ്പമുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നോബിളേട്ടനെ, ഈ പറഞ്ഞ ജേക്കബിൻ്റെ സ്വർഗ്ഗരാജ്യത്തിൻ്റെ പ്രൊഡ്യൂസറാണ് പുള്ളീനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് പുള്ളി കഥ കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു ഡയറക്ഷൻ എന്താ പരിപാടിയാണ്. അപ്പോൾ പറഞ്ഞു ഞാൻ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും പുള്ളി പറഞ്ഞ് എന്നാൽ നീ ചെയ്യും, നീ പറയുന്ന പോലെ തന്നെ എടുത്താൽ മതി, ഈ പറയുന്നത് പോലെ എനിക്ക് ഓക്കെയാണ് എന്ന് പറഞ്ഞു. അന്നേരം തൊട്ടാണ് ആക്ച്വലി ഓക്കെ നമുക്ക് പ്രൊഡ്യൂസേഴ്സ് അങ്ങനെ ട്രസ്റ്റ് ചെയ്യുന്ന വിഷനുള്ള പ്രൊഡ്യൂസേഴ്സ് ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതിന് മുന്നേ അവർ ഈ പറഞ്ഞ ഒരു സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് നമുക്ക് നോക്കാം എന്നുള്ളൊരു ലൈനായിരുന്നു. അതിനുശേഷമാണ് ഓക്കെ ഡയറക്ഷൻ നമ്മൾ തന്നെ പിടിക്കാം എന്നുള്ളൊരു സാധനം.
ശരിക്കും ഈ സൗഹൃദങ്ങളുടെ ഒരു വലയം എടുക്കുമ്പോൾ മറ്റൊരു കോമ്പിനേഷനാണ് ആൽഫ്രഡ് കുര്യൻ ജോസഫും ആയിട്ടുള്ളത്. ആദ്യത്തെ സിനിമയുടെ കോ റൈറ്റർ ആയിരുന്നു, പിന്നെ ഫിലിപ്സിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഡയറക്ടറായി. എങ്ങനെയാണ് ആ ഒരു സൗഹൃദം? അവൻ ആക്ച്വലി ഞങ്ങൾ LKG UKG ഒക്കെ ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേറെ സിറ്റിയിലോട്ട് മൂവ് ചെയ്ത് അവിടെ അപ്പനമ്മയ്ക്ക് അവിടെ ആയിരുന്നു ജോലി. അപ്പോൾ അവിടെ നിന്ന് പിന്നെ തിരിച്ച് എന്താ വെക്കേഷൻ എന്തോ വീട്ടിൽ വല്യമ്മച്ചിയുടെ അടുത്തൊക്കെ പോയി നിന്ന് കഴിഞ്ഞപ്പോഴാണ് ഇവനെ വീണ്ടും കാണുന്നത്. ആ സമയത്ത് ഞാൻ ഇവിടെ കോളേജൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിരിക്കുന്ന സമയമാണ്, ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്തിരിക്കുന്ന സമയമാണ്. അവൻ ആക്ച്വലി അവൻ്റെ എൻജിനീയറിങ് 4 years ആണല്ലോ. അവൻ കോളേജൊക്കെ കഴിഞ്ഞിങ്ങനെ സപ്ലി ഒക്കെ എഴുതിയിരിക്കുന്ന സമയമാണ്. അപ്പോൾ അവൻ സപ്ലി എഴുതിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഞാനിങ്ങനെ സിനിമ എഴുതാൻ നോക്കുന്നു. അപ്പം ആ സമയത്താണ് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഞങ്ങളമ്മ ഇതിന് മുന്നേ കാണുമ്പോഴൊക്കെ നമ്മളെപ്പോഴും കോമൺ സബ്ജക്റ്റായിട്ട് സിനിമ ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അവനോട് ഒരു ദിവസം ഞാൻ ഓക്കെ ഇങ്ങനെ ഒരു പരിപാടി എഴുതുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ചോദിച്ചു എന്താ മൂഡ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു കൊടുത്തു. അങ്ങനെ വൈകുന്നേരം അവനൊരു സീനായിട്ട് അത് അയച്ചു തന്നു. അങ്ങനെയാണ് ആ റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് എല്ലാ കഥകളിലും ഒപ്പം പിന്നെ നമുക്കൊരു 2015 ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങുന്നത്, ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ട്. 2019 സിനിമ നടക്കുന്നത്. ആ 4 years കൊണ്ട് നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഗ്രോ ചെയ്യുമല്ലോ, നമുക്കൊരു സിങ്കും വരുമല്ലോ. അതിലാണ് നമ്മുടെ അങ്ങനെയാണ് ഇത് ഗ്രോ ആയത്. ഇനിയും ഫ്രണ്ട്ഷിപ്പിന്റെ കഥ പറയുമ്പോൾ വരുന്ന മൂന്നാമത്തെ ആളാണ് നോബൽ തോമസ് മാത്യു. അദ്ദേഹം ആദ്യത്തെ സിനിമയിൽ കോ റൈറ്റർ ആയിരുന്നു, പിന്നെ 2 സിനിമയിലും ഫിലിപ്സിലും അതുപോലെ തന്നെ ഹെലനിലും ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സൗഹൃദം അതെങ്ങനെയായിരുന്നു? നോബിളേട്ടൻ ആക്ച്വലി ചിലരെ നമ്മൾ മീറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു കറക്റ്റ് വൈബ് നമുക്ക് ഫീൽ ചെയ്യില്ല. അതായത് നമ്മൾ ഫസ്റ്റ് മീറ്റിങ്ങിൽ തൊട്ട് തന്നെ നമുക്കൊക്കെ രസമുണ്ട്, നമ്മൾ പറയുന്നത് കണക്ട് ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ പ്രൊഡ്യൂസേഴ്സിനെ കാണുമ്പോഴൊക്കെ പ്രൊഡ്യൂസേഴ്സിനെ ഭയങ്കര എന്താ പറയുക, വേറൊരു തരത്തിലുള്ള ആൾക്കാരെയാണ് നമ്മൾ മീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ വൈബിനോടനുസരിച്ചൊക്കെ സിനിമ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ ഫണ്ട് ഉൾപ്പെടെ എനിക്കറിയായിരുന്നു, ഹെലൻ എന്ത് ഫണ്ട് ചിലവാകുന്നുണ്ട്, എവിടെയാണ് കുറവ്. അപ്പം അതും കൂടെ ഡിസ്കസ് ചെയ്തൊക്കെ ഇന്നടത്ത് നമുക്ക് കുറവ് വരുത്താം. കാര്യം ഇത് എക്സസ് എമൗണ്ട് ഇവിടെ ചിലവാക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ അവരോട് റെസ്പോൺസിബിൾ ആണ്, അവർ നമ്മളോട് റെസ്പോൺസിബിൾ ആണ്. അങ്ങനെ ഒരു ക്രിയേറ്റീവ് ജേർണിയിലാണ് ആ ഫ്രണ്ട്ഷിപ്പ് ഗ്രോ ചെയ്യുന്നത്. ആക്ച്വലി ഞാനാണ് പിന്നെ നോബിളിനോട് പറയുന്നത് ഈ ലീഡ് ക്യാരക്ടർ പരിപാടി പിടിക്കാൻ പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആ സമയത്ത് നിൽക്കുന്ന ഉള്ള ആക്ടേഴ്സിനെ വെച്ച് കഴിഞ്ഞാൽ അന്നേനേക്കാളും മുകളിൽ പോകും. കാര്യം അന്ന ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ. അപ്പം അന്നയിൽ നിന്ന് ആ കോൺസെൻട്രേഷൻ മാറാണ്ടിരിക്കാനാണ് ഒരു പുതിയ ആൾ വെക്കാം എന്നുള്ള ഐഡിയയിലോ കാര്യങ്ങൾ നോബിളിന് ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു. അങ്ങനെയാണ് ആ ഒരു സൗഹൃദം. ഇനി നമുക്ക് ഹിന്ദിയിലേക്ക് പോവുകയാണെങ്കിൽ മിലി എന്ന് പറഞ്ഞ സിനിമ ജാൻവി കപൂർ നായികയായി എത്തി. അപ്പം ആ ഒരു സിനിമ ഏറ്റെടുത്തതും കുടുംബമായിരുന്നു, ബോണി കപൂർ ഒപ്പം ശ്രീദേവി മാം. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടുന്ന് ഹിന്ദിയിലേക്ക് ചെല്ലുന്നു, അത്രയും വലിയൊരു ഫാമിലിയുടെ പാട്ടാവുന്നു. മനസ്സിലായി. നമ്മുടെ ഇവിടുത്തെ പരിപാടി പോലെയൊക്കെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത് ആക്ച്വലി കോവിഡ് സമയത്താണ് ബോണി കപൂർ വിളിക്കുന്നത്. ആദ്യത്തെ 2 വട്ടം ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഗോ സ്റ്റോറീസ് എന്ന് പറഞ്ഞ് സോയ അക്തർ ചെയ്തേക്കുന്ന ഒരു സീരീസിൻ്റെ ഒരു എപ്പിസോഡാണ്. അതിൽ ജാൻവി അഭിനയിച്ചിട്ടുണ്ട്. അതിൽ പെർഫോമൻസ് ഭയങ്കര രസമുണ്ടായിരുന്നു ആക്ച്വലി. അപ്പോൾ എന്നെ 3ാമത് ഒരു വട്ടം കൊണ്ട് വിളിച്ചു. അപ്പം അതിന് മുന്നേ വേറെ തെലുഗു, കന്നഡ, തമിഴ് ഈ 3 അടുത്തുനിന്ന് നമുക്ക് കോൺടാക്ട് ചെയ്തിട്ട് നമ്മൾ റൈറ്റ്സ് ഒക്കെ കൊടുത്തിരുന്നു. പക്ഷേ നമ്മൾ ഡയറക്ടോറിയൽ പരിപാടി ചോദിച്ചപ്പോൾ നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ള രീതി പറഞ്ഞാൽ. കാര്യം അവർക്ക് കുറച്ച് മാറ്റങ്ങൾ വേണമായിരുന്നു. ആ മാറ്റങ്ങൾ നമുക്ക് ഓക്കെ അല്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ സ്ക്രീൻ പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര നാളെടുത്ത് ഇത്രയും വർഷം എടുത്തിട്ടാണല്ലോ നമ്മൾ ആ ഫോർമാറ്റിലേക്ക് വരുന്നത്. അപ്പോൾ ഈ പുള്ളി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാം, പക്ഷേ എനിക്ക് ഈ അഡാപ്റ്റേഷനേ ചെയ്യുള്ളൂ, അല്ലാണ്ട് സ്ട്രക്ചറൽ ചേഞ്ചസ് പറ്റില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു നീ എന്തവിടെ എടുത്തോ അതെടുക്കാനാണ് ഞാൻ വിളിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴാണ് അങ്ങനെയാണ് പോയി ചെയ്യുന്നത്. ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അതിന് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും ജാൻവി ആണെങ്കിലും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഞങ്ങൾ ബേസിക്കലി പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ചെയ്യുന്നൊരു ഫിലിം മേക്കിംഗ് നമുക്കറിയാം. ബോളിവുഡ് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. വാട്ട് ഈസ് ഹാപ്പനിങ് ദെയർ നമുക്ക് നോക്കി കാണണം, ഇതെന്താണെന്ന് നോക്കണം, നമ്മളെക്കാൾ എന്ത് വ്യത്യാസമായിട്ടാണ് ചെയ്യുന്നത്. അത് തന്നെ നമുക്ക് ആ എക്സ്പോഷർ കിട്ടിയിട്ട് നമുക്ക് ഇവിടെ തിരിച്ചു വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ കാര്യം ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യുന്നതൊക്കെ തന്നെയാണ് അവിടെയും ചെയ്യുന്നത്. അതിനൊരു ബിഗർ സ്കെയിൽ ഫീൽ ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്ത് എലമെൻറ്റിലാണ് അത് വരുന്നതെന്നൊക്കെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി മാത്തുക്കുട്ടി സേവിയറിൽ നിന്നൊരു ഹിന്ദി മൂവി ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ? ഞങ്ങളുടെ തലയിൽ ആഗ്രഹങ്ങളായിട്ടും സ്ക്രീൻ പ്ലേസും കാര്യങ്ങളൊക്കെ വർക്കിൽ കിടക്കുന്നുണ്ട്. പിന്നെ അവിടുത്തെ പ്രോസസ്സ് കുറച്ച് ലോങ്ങറാണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ സിനിമ ചെയ്യാനാണെങ്കിൽ ഇവിടുത്തെ ഒരു കൂട്ടായ്മ സിനിമ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അവിടെ ഒത്തിരി ടൈം എടുക്കുന്നൊരു പ്രോസസ്സ് ഉണ്ട്. മീറ്റിങ്ങുകൾ കഴിഞ്ഞ് ആൾക്കാരെ സെറ്റിങ്ങൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഈ പറഞ്ഞ ആക്ടേഴ്സ് ഡേറ്റൊക്കെ നമുക്കൊരു ഇത്ര ഇയേഴ്സ് ശേഷം എന്നുള്ളൊരു കാര്യമാണ് കിട്ടുന്നത്. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യാനുള്ളൊരു പേഷ്യൻസ് ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ മലയാളം പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരെണ്ണം ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, അതിപ്പം എന്തായിത്തീരും എന്നുള്ളത് ഞങ്ങളിങ്ങനെ നോക്കുകയാണ്. ഓക്കെ, അപ്പം അവിടുന്ന് പിന്നെ നമ്മൾ തിരിച്ച് മലയാളത്തിലേക്ക് വരുമ്പോൾ ഫിലിപ്സ് എന്നൊരു മൂവി എങ്ങനെയായിരുന്നു വന്നത്? അതൊരു ഫാമിലി ബേസ്ഡ് മൂവി. ഫിലിപ്സ് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു പരിപാടി ചെയ്യണം. ആൽഫ്രഡിന് ഫസ്റ്റ് ഡയറക്ടോറിയൽ പരിപാടിയാണ്.
ഭയങ്കര ലൈറ്ററായിട്ടുള്ള, അവൻ ഭയങ്കര ലൈറ്റായിട്ടുള്ള സമാധാനപരമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവന് ഒത്തിരി ഹാസിൽ ഇല്ലാണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. അവനാണ് ഇതിൻ്റെ ഫസ്റ്റ് തോട്ട് പറയുന്നത്. നമ്മൾ അതിന് മുകളിലാണ് വർക്ക് ചെയ്യുന്നത്. ആക്ച്വലി ഒത്തിരി ഭയങ്കര ഹെവി റൺ ആൻഡ് ചെയ്സോ പരിപാടിയൊന്നും ഇല്ലാത്ത ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ഒരു പരിപാടി ചെയ്യണം, എന്നാൽ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു പരിപാടി ചെയ്യണം. ആ ഒരു വൺ ലൈനിലാണ് നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. അവനാണ് ഫസ്റ്റ് തോട്ടിൽ പറയുന്ന ഒരു ഫാദർ ഇങ്ങനെ ഒരു 3 പിള്ളേർ ബാംഗ്ലൂർ ജീവിക്കുന്നു ആൻഡ് പുള്ളി ഈസ് ട്രൈങ് ടു റൺ ദ ഹൗസ്. അപ്പോൾ അവരങ്ങനെയുള്ളൊരു എന്താ ഈ പറഞ്ഞ ഒപ്പോസിറ്റ് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്കേക്ക് ഒരു പ്രശ്നം. ഇത് ശരിക്കും നടന്നൊരു ഇൻസിഡൻ്റ് ആണ്, പാലയിൽ നടന്നൊരു. ഹെലനും അതുപോലെ അതെ അതെ. അതായത് വൺ ലൈൻസിൽ ഒരു മെയിനായിട്ടും ഫുള്ളി അതല്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു എലമെൻ്റ് ഒക്കെ ഔട്ട് ഓഫ് ന്യൂസ് സംഭവിക്കുന്നത്. എല്ലാം അങ്ങനെ ആയിരിക്കും എന്നല്ല, ചിലതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നു. ഓക്കെ, ഇപ്പോൾ സിനിമ എന്ന് പറയുന്നത് പലർക്കും ഭയങ്കര പാഷനാണ്, സ്വപ്നമാണ്. അപ്പോൾ പാഷനോടെ സഞ്ചരിച്ച ഒരാളാണ് മാത്തുക്കുട്ടി സേവ്യർ. എത്രമാത്രം സ്ട്രഗിൾസ് നേരിട്ടിട്ടുണ്ട് ഈ ഒരു ജേർണിയിൽ? ജേർണി ഒട്ടും എളുപ്പമുള്ള ഒരു പരിപാടിയല്ല ഫിലിമിൻ്റെ റിലേറ്റ് ചെയ്ത കാര്യം. ഇതിൽ ഭയങ്കര ഒരു കൺസിസ്റ്റൻസി ഇല്ലായ്മയുണ്ട്. അതായത് നമുക്ക് അൾട്ടിമേറ്റ്ലി പടം നടന്നാൽ മാത്രമേ നമുക്ക് പടം നടന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 2 വട്ടം ക്ലോസ് ടു അനൗൺസ്മെൻറ്റ് വന്നിട്ട് നമുക്ക് ഡ്രോപ്പായി പോയിട്ടുണ്ട്. ഷൂട്ട് തുടങ്ങാൻ പോകുന്നതിന് മുന്നേ ഡ്രോപ്പായി പോയിട്ടുണ്ട്. അപ്പോൾ ആ ജേണിയൊന്നും നമുക്ക് പുറത്തേക്കാരും അറിയുന്നില്ല. പക്ഷേ നമുക്ക് പാടാണ് ആക്ച്വലി. ആ സമയങ്ങളിലൊക്കെ നമ്മുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റിയും കാര്യം ഫിനാൻഷ്യലായിട്ടും എങ്ങനെ അത് മാനേജ് ചെയ്യാം, ഒരു സബ് ഇൻകം സൈഡിലുണ്ടാക്കണം നമ്മൾ. അപ്പം അതുകൊണ്ട് നമുക്ക് സർവൈവ് ചെയ്യാം. സോ ദാറ്റ് നമ്മൾ വീട്ടിലുള്ളവരും വെറുതെ കഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ പഠിച്ചിറങ്ങുന്നവരെ അവർ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു ബാലൻസ് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇത് അടുത്ത വർഷം നടക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 8 മന്ത്സിനുള്ളിൽ പടം ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം, ഇല്ലെങ്കിൽ വേറെ പരിപാടി നോക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് ഞാൻ ആൽഫ്രഡ്. 4 ഇയേഴ്സ് എടുത്തു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് റിയലിസ്റ്റിക്കലി പറയുകയാണെങ്കിൽ. ശരിക്കും ഇന്ന് നമ്മുടെയൊക്കെ ഒരുപാട് യൂത്ത് മൂവി ചെയ്യണം, മൂവിക്ക് വേണ്ടി വർക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ്, പക്ഷേ ഫസ്റ്റ് ഒരു റിജക്ഷൻ കിട്ടുമ്പോൾ തന്നെ അവർ ഡൗൺ ആയി പോവുകയാണ്. അങ്ങനെ എത്രത്തോളം റിജക്ഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ട്? റിജക്ഷൻസ് ഒത്തിരി ഉണ്ട്. അതായത് നമ്മളിങ്ങനെയാണ്, ഒരു മീറ്റിങ്ങിന് പോകും, ഓക്കെ ഇത് പോയി, ഓക്കെ അടുത്ത എന്താ ഓപ്ഷനിൽ അടുത്തയാൾ, ഓക്കെ അടുത്തയാളെ വിളിക്കുക, അടുത്ത മീറ്റിംഗ് അപ്പോയിൻമെൻറ്റ് ചോദിക്കുന്നു, പോകുന്നു. അത് വന്നുകൊണ്ടിരിക്കും. പക്ഷേ നമുക്ക് ശരിക്കും ഞാൻ പറയാം, ശരിക്കും നമുക്ക് ഫയർ പരിപാടി ഉണ്ടെങ്കിൽ നമുക്കിത് നമ്മൾ ഓക്കെ അടുത്ത വഴി എപ്പോഴും ഒരു വഴി ഉണ്ടാവും. നമ്മളത് കാണുന്നില്ലാത്ത മാത്രമേ വേറൊരു ഓൾട്ടർനേറ്റീവ് ഉണ്ടാവും. അപ്പോൾ അത് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു പരിപാടിയെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു മുന്നിലുള്ള ഒരു മൈൽ സ്റ്റോൺ നോക്കി ഓക്കെ അത് നടന്നില്ല, അടുത്ത് നോക്കുക, ആ പരിപാടി നടക്കുള്ളൂ. ഓക്കെ, ഇപ്പോൾ രണ്ടും ഡയറക്ഷനും സ്ക്രിപ്റ്റ് റൈറ്റിംഗും ഒരുപോലെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഒരു പ്രിഫറൻസ് കൊടുക്കുകയാണെങ്കിൽ ഏതായിരിക്കും? എനിക്ക് ഡയറക്ഷൻ തന്നെയാണ്. കാര്യം ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയത്ത് നമുക്കിപ്പം ഈ ഭയങ്കര കുറേ വർഷം എക്സ്പീരിയൻസ് ഉള്ള റൈറ്റേഴ്സിൻ്റെ അടുത്ത് നമ്മൾ എന്തൊരു കഥ ചോദിച്ചു കഴിഞ്ഞാൽ തരില്ല അൺടിൽ വി പ്രൂഫ്. അതുകൊണ്ട് നെസസിറ്റിയിൽ നിന്ന് റൈറ്ററായ ഒരാളാണ് ഞാൻ. ആൽഫ്രഡാണ് കുറച്ചുകൂടെ റൈറ്റർ നമ്മുടെ കൂട്ടത്തിൽ. അവനാണ് കുറച്ചുകൂടെ എഴുത്തും വായനയും പരിപാടിയും കാര്യങ്ങളും കൂടുതലുള്ളത്. എനിക്ക് കൂടുതലും അതിൻ്റെ ഒരു എക്സിക്യൂഷൻ പാർട്ടാണ് ഇഷ്ടം. ആളുകളെ കൂട്ടി അത് ചെയ്യുന്നതിൻ്റെ ഒരു രസമുണ്ടല്ലോ, ഷോർട്സ് പ്ലേസ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ചെയ്യുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് എനിക്ക്. എന്നാൽ എനിക്ക് റൈറ്റിങ്ങിൽ ത്രൂ ഔട്ട് ഈവൻ ഇഫ് ഐ എം നോട്ട് റൈറ്റിംഗ്, എനിക്ക് ആ റൈറ്റേഴ്സ് ടീം എങ്ങനെ അത് ഗ്രോ ചെയ്ത് കൊണ്ടുവരുന്നു എന്നുള്ളത് കാണാൻ തുടക്കം തൊട്ടേ ഇരിക്കണം എന്നാഗ്രഹമുള്ള ആളാണ്. അല്ലാണ്ട് ഒരു സ്ക്രിപ്റ്റ് മേടിച്ച് ഉടനെ ചെയ്യാം അതെനിക്കിഷ്ടമല്ല. ഇപ്പോൾ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റ് വേറെ 3 പേരെ എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ തുടക്കത്തിലുള്ള റൈറ്റിംഗ് പ്രോസസ്സ് തൊട്ട് കൂടി ഇരുന്നിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഹെലൻ എന്താണെന്നുള്ള മനസ്സിലാവണമെങ്കിൽ അത് എഴുതണം. അപ്പം എഴുതുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരുടെ കൂടെ ട്രാവൽ ചെയ്യണം. സോ ദാറ്റ് വി അണ്ടർസ്റ്റാൻഡ് എന്താണ് അവർ ഉദ്ദേശിക്കുന്ന ഇമോഷൻ, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം, ഗ്രൗണ്ട് ചെയ്യാൻ പറ്റണം ക്യാരക്ടേഴ്സിന്. അപ്പോൾ അതുകൊണ്ട് റൈറ്റിങ്ങിനേക്കാളും ഡയറക്ഷനാണ് ഇഷ്ടമെങ്കിലും റൈറ്റിംഗ് പ്രോസസ്സിൽ കൂടിയിരിക്കുന്ന ഇഷ്ടമാണ്. റൈറ്റിംഗ് ആണ് ഏറ്റവും പാടുള്ള പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ ഡയറക്ഷൻ റൈറ്റിംഗ് ഒക്കെ നിൽക്കുന്നു. ഇതാ SJCസിലേക്ക് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ക്യാമ്പസ് ഇപ്പോൾ? ക്യാമ്പസ് ആക്ച്വലി ഞാനിങ്ങനെ പല സ്ഥലങ്ങളും നമുക്കറിയാവുന്ന കോർണേഴ്സ് റീപ്ലേസ്ഡ് ആയതിങ്ങനെ, അതായത് ഇന്നതായിട്ട് മാറി അങ്ങനെ ആ ചേഞ്ചസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആക്ച്വലി ഇറ്റ് ഹസ് ഗ്രോൺ ഭയങ്കര വലുതായിട്ട്. കുറേ ബിൽഡിങ്സും ഡിപ്പാർട്ട്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ വന്ന് ഇപ്പോൾ സിലബസും ചേഞ്ച് ആവാനുള്ള പരിപാടികളും കാര്യങ്ങളും. ആ ഒരു ക്യാമ്പസ് ലൈഫ് ഓർക്കുന്നുണ്ടോ? SJCസിലെ ആ ക്യാമ്പസ് ലൈഫ് ഒന്ന് ഷെയർ ചെയ്യുമോ? ക്യാമ്പസ് ലൈഫ് ആക്ച്വലി ഫ്രണ്ട്ഷിപ്പാണ് നമുക്ക് ഓർമ്മ വരുന്നത്. കാരണം ഒരു 10 പേരുള്ള ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു നമുക്ക്. നമ്മൾ ഒരുമിച്ചാണ് ഷോർട്ട് ഫിലിംസ് ചെയ്തുകൊണ്ടിരുന്നത്, കണ്ടിന്യൂസ്ലി ഷോർട്ട് ഫിലിംസ്. 10ൽ പുറത്ത് ഷോർട്ട് ഫിലിംസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് സിനിമയിലേക്ക് എത്തിച്ച്, ശരിക്കും അത് തന്നെയാണ് സിനിമയിലേക്ക് എത്തിച്ച്. ഈ 10 ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയില്ലായിരുന്നു. ഒരു കണ്ടന്റ് എടുക്കുന്ന സമയത്ത് ഓക്കെ ഇന്ന ഷോട്ട് ഇവിടെ വെച്ചാൽ മതി എന്നുള്ള ലേണിംഗ് നമുക്ക് നടക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഓക്കെ സിനിമയ്ക്ക് ചെല്ലുമ്പോഴും ഇതിനുള്ള ബിഗർ ക്യാമറാസ് വരും, ലൈറ്റ്സ് വരും, സാധനങ്ങൾ വരും. പക്ഷേ ആ ബേസിക് ലാംഗ്വേജിൽ ഒരു ഫിലിം ലാംഗ്വേജ് കിട്ടുന്നത് ആ പ്രോസസ്സിലാണെന്നുള്ളത്
ആക്ച്വലി പിന്നെയാണ് മനസ്സിലായത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൻ്റെ മെമ്മറീസിൽ ഏറ്റവും കൂടുതലുള്ളത് ഷോർട്ട് ഫിലിംസ് എടുത്തുകൊണ്ടിരിക്കുന്നു. പിന്നെ പരിപാടികൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. കോളേജിലുള്ള ഇവൻറ്റ്സ് എല്ലാം ഇഷ്ടമായിരുന്നു. ക്ലാസ്സുകളും ഇഷ്ടമായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇവൻറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും മാത്തുക്കുട്ടി സേവ്യർ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കും ഇവിടെ മൾട്ടിമീഡിയ അല്ലെങ്കിൽ സിനിമ ആൻഡ് ടെലിവിഷൻ പഠിച്ച ഒരാളാണെന്ന് വിചാരിക്കും. പക്ഷേ ഇവിടെ പഠിച്ച കോഴ്സ് ആനിമേഷൻ ആൻഡ് ഗ്രാഫിക് ഡിസൈനാണ്. അവിടുന്നാണ് ഡയറക്ഷൻ. അതെ, അത് ശരിക്കും നമ്മൾ ഇപ്പുറം നിൽക്കുമ്പോൾ അപ്പുറമുള്ളതിനോട് ഭയങ്കര ഒരു ഇഷ്ടം ഉണ്ടാവും. അപ്പോൾ ശരിക്കും ഞാൻ മൾട്ടിമീഡിയക്ക് വന്നതാണ്. ആ സമയത്ത് എനിക്ക് സീറ്റ്സ് കാര്യങ്ങൾ കിട്ടിയില്ല. അപ്പോൾ അങ്ങനെയാണ് അനിമേഷനിലേക്ക് ഷിഫ്റ്റ് ആവുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓക്കെ അവിടെ എത്തിയില്ലല്ലോ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഷോർട്ട് ഫിലിംസ് ചെയ്യുമ്പോൾ മൾട്ടിമീഡിയയിൽ ഉള്ളവർ ഷോർട്ട് ഫിലിംസ് ചെയ്യുമ്പം അവർ ഭയങ്കര ജഡ്ജ്മെൻറ്റലാവും. അതായത് ഓക്കെ അത് ശരിയാക്കായിരുന്നു, ഇത് ശരിയാക്കായിരുന്നു. അനിമേഷനിലെ പിള്ളേർ ചെയ്യുന്ന സമയത്ത് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ദേ ഡോണ്ട് കെയർ, അവരെന്തോ ചെയ്യുന്നു. അവിടെ നമുക്ക് മറ്റേ ജഡ്ജ്മെൻറ്റൽ സ്റ്റേജ് കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ കുറേ ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് ഒത്തിരി ബെനിഫിറ്റ് ചെയ്തായിരുന്നു. കോളേജ് ലൈഫിനെ കുറിച്ച് പറഞ്ഞു വന്നു. അപ്പോൾ ഈ കോളേജ് ലൈഫ് കഴിഞ്ഞ് നേരെ സിനിമയിലേക്ക് പോകുമായിരുന്നു? സിനിമ എന്ന പാഷന് പുറകെ പോകുമായിരുന്നോ? ഇല്ലില്ല, ഞാൻ ആക്ച്വലി കോളേജിൽ നിന്നൊരു ഇൻ്റർവ്യൂ കിട്ടി. ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്തായിരുന്നു. അതായത് ആദ്യം ഒരു അഡ്വർടൈസിങ് കമ്പനിയിൽ ഒരു 6 months ചെയ്തു. പിന്നെ ഒരു 1 year IT ഫീൽഡിൽ വർക്ക് ചെയ്തു. അപ്പോൾ ഞാൻ ആദ്യം ഉള്ളിടത്ത് വീഡിയോ പ്രൊഡക്ഷനും അഡ്വർടൈസ്മെൻറ്റും പരിപാടിയും, അതിൽ ഗ്രാഫിക് ഡിസൈനൊക്കെ ഇൻക്ലൂഡഡ് ആയിരുന്നു ആദ്യം വർക്ക് ചെയ്തോടത്ത്. രണ്ടാമത് UI UX ഡിസൈനും ഈ പറഞ്ഞ പോലെ വീഡിയോ പ്രൊഡക്ഷൻ ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടെ എഴുതാൻ നോക്കുന്നുണ്ട്. അതായത് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്രാഫിക് ഡിസൈൻ ഇഷ്ടമായിരുന്നു. ഞാൻ എൻജോയ് ചെയ്ത് ചെയ്തിരുന്ന ഒരാളാണ്. ഹെലനിലൊക്കെ ആക്ച്വലി പടം ചെയ്ത സമയത്തൊക്കെ അതിൻ്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഗ്രാഫിക് ഡിസൈൻ പഠിച്ചതിൻ്റെ നമുക്കൊക്കെ ഒരു പാക്കേജിങ് നന്നായിരിക്കണം എന്ന് നമുക്ക് പറയുമല്ലോ. അതായത് ഈ കോർപ്പറേറ്റ് ബ്രാൻഡിങ്ങിൽ ഇത് ഇന്നതുപോലെയാണ്. അപ്പോൾ നമുക്ക് പാക്കേജിങ് ഡിസൈനിങ് പഠിക്കാം. അപ്പോൾ അതൊക്കെ ഗുണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ജോലി എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു പാഷൻ ഇങ്ങനെ സൈഡിൽ കിടക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എഴുതാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഈ IT വർക്ക് ചെയ്തുകൊണ്ട സമയത്ത് എഴുതാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒരു പോയിന്റിൽ എനിക്ക് മനസ്സിലായി ഓക്കെ ഇതിനൊരു ഫുൾ ടൈം വേണ്ടുന്ന സമയമായി, ഒരു സ്കെലിട്ടണായി, ഒരു സ്ട്രക്ചറായി. പക്ഷേ ഇത് ഒന്ന് ഫുള്ളി ഫ്ലഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചുകൂടെ സമയം വേണം എന്നുള്ള പോയിന്റിലാണ് ആക്ച്വലി റിസൈൻ ചെയ്യുന്നത് ഒരു 1.5 വർഷത്തിന് ശേഷം. അപ്പോൾ അത്രയും ഹൈ പെയ്ഡ് ആയിട്ടുള്ളൊരു ജോബ് റിസൈൻ ചെയ്ത് സിനിമയ്ക്ക് പുറകെ പോയി. സാർ എപ്പോഴും ആ പാഷനാണ് കീപ്പ് ചെയ്തത്. അപ്പോൾ അത് നഷ്ടമായിട്ട് തോന്നുന്നില്ലായിരിക്കും? ഇല്ല, നമുക്ക് ആ പോയിന്റ് സ്കെയർ ചെയ്യണം. അതായത് നമ്മൾ ആ പേപ്പർ ഇടുന്ന ദിവസമല്ലേ, നമുക്കറിയാം നെക്സ്റ്റ് മന്ത് എൻഡിൽ നമുക്ക് ഈ സാലറി കിട്ടില്ല. പിന്നെ നമ്മുടെ കമ്പനിയിൽ നിന്നൊക്കെ പുറത്തേക്കും ഒക്കെ ആൾക്കാരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം നമ്മുടെ ഡിസ്റ്റൻറ്റ് പോയിന്റ് ആണോ ഈ വഴി വേണോ സ്റ്റേബിളാണ് ഈ ഇൻകം എന്ന് പറയുന്നത്, നല്ല ഇൻകമാണ്. പക്ഷേ ഇപ്പോഴുള്ള നമ്മുടെ ഒരു പാഷനാണ്. അപ്പം നമുക്ക് ആ ഉറപ്പ് നമുക്ക് എടുക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഇറ്റ് വാസ് കെയർ, പക്ഷേ വർത്തായിരുന്നു. യെസ്, ഇപ്പോൾ കരിയറിൽ ഒരുപാട് സക്സസ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രോജക്റ്റുകൾ പ്ലാൻ ചെയ്യുന്നു. സിനിമയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സിനിമ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ആണ് ഇവിടെ പഠിക്കുന്നത്, ഒപ്പം പുറത്തുമുണ്ട്. അവരോടൊക്കെ എന്താണ് ഒരു സക്സസർ എന്ന നിലയിൽ പറയാനുള്ളത്? വലിയ ഒക്കെ ഒന്നും പറയില്ല കാര്യം. പക്ഷേ പ്രാക്ടീസാണ് ബെറ്റർ ആക്കുന്നത് ആക്ച്വലി. ഒരു സെറ്റിൽ പോയി നിൽക്കുമ്പോൾ ആളുകൾ ഇത്ര പേര് നിൽക്കുമ്പോൾ അവരെ ഹാൻഡിൽ ചെയ്യാനുള്ള പ്രാക്ടീസ് നമ്മൾ ഒരുമിച്ച് കോളേജിൽ ഒരു പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോളേജിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ബിഗ്ഗർ വേർഷനാണിത്. അന്ന് ഞാൻ എങ്ങനെ സോർട്ട് ചെയ്തത്, അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ ഇന്ന പ്ലാനിങ് മതി. ആൻഡ് പിന്നെ ഡിവിഷൻസ്, അതായത് ഈ കണ്ടൻറ്റ് പറയാൻ ഇന്നടത്താണ് ക്യാമറ വെക്കേണ്ടത് എന്നുള്ള ലേണിങ് ശരിക്കും ഭയങ്കര ഓർഗാനിക്കലി നമുക്ക് സംഭവിക്കുന്നത് ശരിക്കും പ്രാക്ടീസിലൂടെയാണ്. പ്രാക്ടീസ് ഈ പറഞ്ഞ എനിക്ക് കിട്ടിയ ഷോർട്ട് ഫിലിംസിലൂടെയാണ്. അങ്ങനെ വേണമെന്നില്ല. ഇപ്പോൾ വീട്ടിലാണെങ്കിൽ പോലും ഈ പറഞ്ഞ സ്റ്റോറി ബോർഡ് ചെയ്ത് അങ്ങനെയുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വെറുതെ ഫ്രണ്ട്സിനെ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ പ്രാക്ടീസ് ആണ് ആക്ച്വലി ബെറ്റർ ആക്കുന്നത്. സോ ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് കോളേജിൽ അത് ഭയങ്കര സ്കോപ്പുണ്ട്. എനിക്ക് കോളേജിൽ ഞാൻ ഷോർട്ട് ഫിലിം ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ ഒരു ഷോർട്ട് ഫിലിം എന്തോ ചെയ്യാൻ പറ്റില്ല. കാര്യം പിന്നെ കളക്റ്റീവായിട്ട് ചെയ്യാൻ നമുക്കിപ്പോൾ ഉള്ളൊരു സ്പേസോ കാര്യങ്ങളോ 0 budget ഷോർട്ട് ഫിലിംസ് ചെയ്യുക എന്ന് പറയുന്നത് കോളേജിൽ ഭയങ്കര എളുപ്പമാണ്. കാര്യം എല്ലാവരും അത് നമ്മൾ ആഗ്രഹിച്ച് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് അത് പാടാണ് ആക്ച്വലി. അപ്പോൾ ഉള്ള സമയത്ത് അത് യൂസ്ഫുൾ ആക്കിയത് എനിക്ക് ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് യൂസ്ഫുൾ ആക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയും നേരം സ്റ്റാർ ചാറ്റിൽ നമ്മളോടൊപ്പമായിരുന്നത് മാത്തുക്കുട്ടി സേവ്യർ ആണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്തു. സക്സസ്, അതുപോലെ തന്നെ ഫെയിലിയേഴ്സ്, ഈ ഒരു ജീവിതത്തിൽ സക്സസും ഫെയിലിയേഴ്സും ഉണ്ടെന്ന് മാത്തുക്കുട്ടി സേവ്യർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇനി വരുന്ന എല്ലാ പ്രോജക്റ്റുകൾക്കും ഒരുപാട് ആശംസകൾ ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. ഒപ്പം ഞങ്ങളോട് ഇപ്പോൾ ഇത്രയും നേരം ആയിരുന്നതിനും നന്ദി.